ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ചിലപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? അത്യാവശ്യം നന്നായിട്ട് ജീവിക്കുക, സ്നേഹിക്കാൻ പറ്റുന്ന പോലെയൊക്കെ ആളുകളെ സ്നേഹിക്കുക, നന്മ ചെയ്യുക, പിന്നെ ഉള്ളിൽ വിശ്വാസമുണ്ട്, അപ്പം അത് മതി എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ? ഇതാ നമുക്കൊരു വചനത്തിലൂടെ അതിനെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ കിട്ടുവാണ്. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യം. സിംഹാസനത്തിൽ നിന്നൊരു സ്വരം കേട്ടു, ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായി നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. ഇത് സ്വർഗത്തിലെ സിംഹാസനത്തിൽ നിന്നുള്ള ഒരു അനൗൺസ്മെൻ്റ് ആണ്. സിംഹാസനത്തിൽ നിന്ന് പറയുവാണ്, എന്താ പറയണേ? ചെറിയവരും വലിയവരുമായിട്ടുള്ള എല്ലാവരും. ആരൊക്കെ? ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. അപ്പം ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, സ്വർഗത്തിൻ്റെ ഇഷ്ടമാണ്. അതിനുശേഷം സ്വർഗത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പിന്നെയുള്ള 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എല്ലാവരും ഇടിമുഴക്കത്തിൻ്റെ പെരുവെള്ളച്ചാട്ടത്തിൻ്റെ പോലെയുള്ള സ്വരത്തിൽ, എന്ന് പറഞ്ഞാൽ ഗംഭീരമായ വലിയ സ്വരത്തിൽ, നിർത്താതെയുള്ള സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്പം ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവവിശ്വാസികൾ, ചെറിയവരും വലിയവരുമായിട്ടുള്ളവർ, ദൈവത്തെ ഭയപ്പെടുന്ന എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. ആ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അപ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം അതിൽ സംപ്രീതനാകുന്നുണ്ട്, ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്, അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്നുമുണ്ട്. യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ.